Watch India's largest kids library only on Jio Hotstar. Download the app now. എല്ലാവരെയും ഞാൻ ആ ട്രഷർ ടവറിലേക്ക് കൊണ്ടുപോകും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും അത് തുറന്നിരിക്കുക. അവിടെ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന ആഭരണങ്ങളും രത്നങ്ങളും വൈരങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇതൊരു അത്ഭുതകരമായ ട്രഷർ തന്നെയാണ്. ആണോ? അപ്പൊ അവിടെ സെക്യൂരിറ്റി ഒരുപാട് ഉണ്ടാവുമല്ലോ. അതെ, അവിടെ 24/7 സെക്യൂരിറ്റി ഉണ്ട്. ഒരു ഈച്ചയ്ക്ക് പോലും അതിനകത്ത് കയറാൻ പറ്റില്ല. എന്നാ പിന്നെ നാളെ രാവിലെ കറക്റ്റ് 9:30 മണിക്ക് നമുക്ക് കാണാം. എന്തൊരു തല്ലിപ്പുള്ളി സെക്യൂരിറ്റിയാണ് ഇവിടുത്തെ. കണ്ടോ, 2 സെക്യൂരിറ്റിയും ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് നടക്കണേ. ഇങ്ങനെ ചെയ്ത് എന്ത് കാര്യം? അവരെ തമ്മിൽ കണ്ടുമുട്ടാൻ അവർക്ക് വേണ്ടത് 10 സെക്കൻഡാണ്. അതിന്റെ ഉള്ളിൽ കള്ളൻ കതക് തുറന്ന് അകത്ത് കേറില്ലാണ് എന്താ ഉറപ്പുള്ളത്? ഒരിക്കലും പറ്റില്ല സാറേ, ഒരിക്കലും പറ്റില്ല. സാറേ, നിങ്ങൾ കമാൻഡോ ട്രെയിനിങ് ഒക്കെ ചെയ്ത ആളല്ലേ? ഒരു 10 സെക്കൻഡിൽ എന്തൊക്കെ സംഭവിക്കുന്നു പുള്ളിക്കൊന്ന് ശരിക്കും കാണിച്ചു കൊടുക്ക്. ഞാൻ പതുക്കെ ഈ കതക് തുറന്നാൽ ഇവിടുത്തെ സെക്യൂരിറ്റി എന്നെ കണ്ടുപിടിക്കുമെന്നൊന്ന് നോക്കട്ടെ. വേണ്ട, എന്നെ തല്ലല്ലേ, ഞാനൊരു പോലീസുകാരനാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ. തല്ലുന്നത് കണ്ടില്ലേ? അത് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. ഇവിടുത്തെ സെക്യൂരിറ്റിയെ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. We are sorry, sir. You may go. ഇവന്മാരുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ച് എന്റെ നടുക ഒടിഞ്ഞു എന്നാ തോന്നുന്നേ. Hey. Yeah. ഈ ടൈഗറിന് സന്തോഷമായി. ഇനി ജീവിതകാലം മുഴുവൻ ബംഗ്ലാവിൽ ഇരുന്ന് തിന്നാനുള്ള വക എനിക്ക് കിട്ടിയടേ. ശിവ, നമുക്ക് ഫോർട്ടിന്റെ ആ ഭാഗത്ത് ചെന്ന് നോക്കിയാലോ? ഓക്കെ രേവ. അല്ല, ഈ രാത്രിയിൽ ആര് ഫോർട്ടിലുള്ളത്? രേവ, അവിടെ നോക്ക്. ആ ടവറിന്റെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആര് നടന്നു പോകുന്ന പോലെ ഉണ്ടല്ലോ. ആ, ഞാനും ശരിക്കും ഒരാളെ കണ്ടു. അവിടെയുണ്ട് ശിവ. അവിടെ അകത്ത് ആരെങ്കിലും സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടോ? ഇല്ല, എപ്പോഴും ഗേറ്റ് പൂട്ടിയിട്ടിരിക്കും. അവിടെ രാത്രി ആരും പോകാറുമില്ല. പക്ഷെ അവിടെ ആരും നടന്നു പോകുന്നതായി ഞാൻ കണ്ടല്ലോ. നോക്കൂ. അതെ, നീ പറഞ്ഞത് ശരിയാണല്ലോ. അകത്ത് ശരിക്കും ഒരാളുണ്ട്. കള്ളൻ, 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 കള്ളൻ. മുൻപിൽ കൂടി വരാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോ അയാൾ പുറകെ വശത്ത് കൂടിയായിരിക്കും കയറിയിരിക്കുക. അപ്പൊ അതുവഴി തന്നെയായിരിക്കും അയാൾ തിരിച്ചു പോകാം. ഞാൻ ഇപ്പൊ വരാം. അല്ലേ, ഈ അലാറം എങ്ങനെ അടിച്ചേ? ഈ മരമണ്ടന്മാർക്കൊക്കെ മനസ്സിലായില്ലേ? മോനെ ടൈഗറെ, നിനക്ക് ഓടാനുള്ള സമയായി. അല്ല, ഇതെന്തുട്ടാണ്? ഒരു കുട്ടി തനിച്ച് സൈക്കിളിൽ പറന്നു പോണോ? ഇവൻ തനിച്ചായിരിക്കില്ലേ, ഇവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. ഇനി വേറെ വഴി കണ്ടുപിടിക്കേണ്ടി വരും ഓടാൻ. എന്റെ അമ്മച്ചിയെ. ഓ, ഇയാൾ താഴേക്ക് ചാടിയല്ലോ. എന്തിനിവിടെ സംഭവിക്കുന്നേ? അല്ല, അയാൾ വാലിയിലേക്ക് എടുത്ത് ചാടി. ഒരു കാര്യം അറിയോ? എന്റെ അപ്പോ താഴേക്ക് ഇവിടെ പൊടി പോലെ കിട്ടത്തില്ല. 1000 അടിക്ക് മുകളിൽ താഴ്ചയുണ്ട്. അതെനിക്കറിയില്ല, പക്ഷെ അയാൾ ഓടുന്നത് ഞാൻ കണ്ടു.
എന്നാലും ഭയങ്കര അതിശയം തന്നെ. അവൻ എങ്ങനെ മുകളിലോട്ട് കയറിയത്? ഒരാൾക്ക് പോലും വരാൻ പറ്റത്തില്ല. ഞാൻ പോയി അയാളെ നോക്കാം. വേണ്ട മോനെ വേണ്ട, ഇപ്പൊ പോകണ്ട മോനെ, പോകണ്ട. ഈ രാത്രി സമയത്ത് പോകുന്ന അത്ര ശരിയല്ല മോനെ. സിംഹവും പുലിയും സകല ക്രൂര മൃഗങ്ങളും ഉണ്ട്. വലിയ അപകടമാ. ഗൈഡ് സാറേ, ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ഏതെങ്കിലും ഒരു മൃഗങ്ങളെ പിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വശത്തും കൂടി അതിനെ പിടിക്കാനായിട്ട് തീ കൂട്ടിയിടാറുണ്ട്. എന്നിട്ട് ദൂരെ നിന്ന് ഒരുപാട് ചെണ്ട കൊട്ടാറുണ്ട്. കാരണം അത് 4ാമത്തെ വഴി കൂടി വരാനായിട്ട്. കാരണം അവിടെയായിരിക്കും അതിനെ കെണി വെച്ചിരിക്കുന്നത്. അത് കെണിയിലേക്ക് വീഴുകയും ചെയ്യും. നമുക്ക് നാളെ രാവിലെ എല്ലാവർക്കും കൂടി കാട്ടിനകത്തേക്ക് പോകാം. നീ പറഞ്ഞത് വളരെ നല്ല ഐഡിയ ആണ്. അവിടെ നീ പറഞ്ഞതുപോലെ അവർക്ക് ഓടാൻ കഴിയാതെ അവരൊക്കെ നമ്മുടെ കയ്യിൽ കുടുങ്ങും. അപ്പൊ നമുക്ക് അവരെ പിടിക്കാലോ. ആദി, നീ ഭയങ്കര പിടുക്കനാണല്ലോ. അത് എനിക്ക് കുട്ടിക്കാലം മുതലേ ഉള്ളതാ. പക്ഷേ അതിന്റെ അഹങ്കാരം ഞാൻ കാണിച്ചിട്ടില്ല കേട്ടാ. ഈ കാവൽക്കാരൊക്കെ ഇവിടെ ഓടി വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട പറ്റൂ. ആരായിരുന്നു അത്? എനിക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. ശരി, പോട്ടെ. ഐ. ലഡു സിംഗ് സർ, ആ കള്ളനെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? ഇല്ല ശിവ, ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നീ കണ്ടോ? ഇല്ല. എന്ത് പറ്റി ലഡു സിംഗ് സാർ? ശിവയ്ക്കും കള്ളനെ കാണാൻ സാധിച്ചിട്ടില്ലാന്ന്. ആ കള്ളനെ എവിടെയും കാണുന്നില്ലല്ലോ. ചിലപ്പോ അയാളെ രക്ഷപ്പെട്ട് ഓടിക്കാണും. നിങ്ങൾ പറയുന്നത് പോലെ അയാൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. മുന്നോട്ടുള്ള വഴി അഗാധമായ വലിയൊരു ഗർത്തമാണ്. ഒരിക്കലും ആർക്കും ചാടാൻ കഴിയില്ല. നമ്മളോ ഇവിടെയാണ് വല വിരിച്ചിരിക്കുന്നത്. അവൻ അപ്പുറത്തുകൂടെ ഓടി ആ കോർണറിലെത്തും. വരൂ, നമുക്ക് നോക്കാം. വേഗം വന്ന് പിടിയടാ, പിടിയടാ. അല്ല, ഇയാൾ എങ്ങനെയാ അപ്പുറത്തേക്ക് എടുത്ത് ചാടിയത്? ഇയാളുടെ കയ്യിൽ അങ്ങനെ എന്താ ഉള്ളത്? സാരില്ല സർ, ഞാൻ അയാളുടെ പുറകെ പൊയ്ക്കോളാം. അല്ല, ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റല്ല. വല്ലാത്ത ചെക്കൻ തന്നെയാണല്ലോ. ഇവനെ ആരെയും ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പഠിച്ചേ. ഓ, എന്റെ സൈക്കിൾ മുഴുവനും തകർന്നു പോയല്ലോ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ആ കള്ളം ഓടിക്കളയും. ഞാനൊന്ന് ബൂസ്റ്റർ ഓൺ ചെയ്യട്ടെ. കൊള്ളാം. ഇനി ഈ പുഴ കൂടെ അങ്ങോട്ട് നീന്തി കടന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കുഞ്ഞു വരുമ്പോ തന്നെ പിടിക്കില്ല. എന്റെ അമ്മച്ചേ, അയ്യോ വേണ്ട. എന്തിനാ ഈ തലകീഴ ഇങ്ങനെ പറപ്പിക്കണ കുട്ടി? അയ്യോ, കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. എന്റെ മൂക്കിലെ പാല ഓടിച്ചു. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
ദാ നോക്കൂ, ഇത് ലേസർ റോപ്പ് ഗണ്ണാണ്. ഇതുകൊണ്ടാണ് ഇയാള് പല സ്ഥലത്തേക്കും പോയിട്ട് വന്നോണ്ടിരുന്നത്. ലഡു സിംഗ് സർ, വേഗം ഇയാളെ ഇവിടുന്ന് കൊണ്ടുപോകൂ. പുറത്തു പോകാൻ പറ്റാത്ത വിധം ഇയാളെ ജയിലിട്ട് അടച്ചേക്കൂ. കേട്ടല്ലോ? ഞാൻ ഇപ്പൊ തന്നെ അവനെ പിടിച്ച് ജയിലിനകത്തിട്ടിട്ട് നല്ലൊരു പൂട്ട് വാങ്ങി ഇടട്ടെ. പിന്നെ അവനെ എങ്ങനെ പുറത്തേക്ക് വരുമെന്നൊന്ന് കാണട്ടെ. Watch India's largest kids library only on Geo Hotstar. Download the app now.